പ്രേക്ഷകരെ ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. യുവതിക്ക് ജീവന് ഭീഷണി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പങ്കുവയ്ക്കാനുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. യുവതിയുടെ മാതാവ് മരിച്ചതിനെ തുടർന്ന് രാജസ്ഥാനിൽ നിന്നെത്തിയ യുവതി നിലവിൽ കോട്ടൂളി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ കൊലപ്പെടും എന്നാണ് യുവതി പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ നോക്കാം. ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, എന്താണ് ഈ ഒരു പരാതിക്ക് പിന്നിൽ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശ്യാംബാബു, 2 മാസം മുൻപാണ് രാജസ്ഥാൻ സ്വദേശിയായ യുവതി കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ചത്. അതിനുശേഷം ഈ വീട്ടുകാർ ഈ യുവതിയെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അതായത് ജാതി മാറി വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ വീട്ടുകാർ വലിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ 27-ാം തീയതി യുവതി തിരിച്ച് നാട്ടിലേക്ക് പോയി, അതായത് രാജസ്ഥാനിലേക്ക് പോയി. യുവതിയുടെ മാതാവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് യുവതി തിരിച്ച് നാട്ടിലേക്ക് പോയത്. ഈ സമയത്ത് ഈ യുവതിയുടെ വീട്ടുകാർ, അതായത് പിതാവും അമ്മാവന്മാരും അടക്കമുള്ള മറ്റു ബന്ധുക്കൾ ഈ യുവതിയെ അവിടെ പിടിച്ചു വെക്കുകയാണെന്നാണ് യുവതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവതി ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. പിന്നീട് ഈ യുവതിയെ തൊട്ടടുത്തുള്ള രാജസ്ഥാനിലെ തന്നെ കോട്ടുവാളി എന്ന പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പോലീസുകാർ അവിടെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് യുവതി പറയുന്നത്. പുറത്തിറങ്ങിയാൽ ബന്ധുക്കളും അതോടൊപ്പം തന്നെ മറ്റ് പിതാവ് അടക്കമുള്ള ബന്ധുക്കൾ തന്നെ കൊല്ലും എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവന് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ തൻ്റെ ബന്ധുക്കളാണ് അതിന് ഉത്തരവാദി എന്നും ഈ യുവതി പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ യുവാവ്, അതായത് രോഹിത് ബാബു എന്ന യുവാവാണ് കോഴിക്കോടുള്ളത്. ഈ യുവാവാണ് ഈ യുവതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആയുഷ് റാണി രാജ് എന്ന യുവതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ യുവാവ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് യുവതിയെ കാണാനില്ല, 27-ാം തീയതി യുവതി വീട്ടിൽ നിന്നും പോയതാണ് എന്നാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമൊഴി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ശ്യാമ. യെസ്.